പക്ഷേ എന്നെ വായടപ്പിച്ചത് മാഡം എന്നോട് പറഞ്ഞു, ജസ്റ്റിസ് വി ആർ കൃഷ്ണായൻ, എൻ്റെ ഗുരുവായ വി ആർ കൃഷ്ണായ സ്വാമി ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞു. സോ ഐ വോണ്ട് ടു സീ. സ്വാമി വന്നിട്ടുണ്ടെങ്കിൽ അത് മാജിക് പ്ലേസ് തന്നെയായിരുന്നു. സോ ഐ വോണ്ട് ടു സീ ദ പ്ലേസ്. അങ്ങനെയാണ് ഞാൻ ആദ്യം സ്ലൈറ്റ്ലി ഹെസിറ്റൻ്റ് ആയിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ, പക്ഷെ അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ്ലി സീൽ ചെയ്തത് മിസ്റ്റർ വർഗീസ് ശാന്തിയെ ഞാൻ പരിചയപ്പെട്ടു. പാലായിൽ വെച്ച് ഐ തിങ്ക് 2 weeks or 3 months ago അവർ ബ്രില്യൻറ്റും മനോരമയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അവിടെ ചെന്ന സമയത്ത് ഈ ടോൾഡ് മീ, ഞാനും ഇതിന്റെ ഭാഗമാണ്, പ്ലീസ് ഡു കം. സോ ദെൻ ദാറ്റ് ഡേ ഐ തിങ്ക് ഐ ടോൾഡ് ഹിം ഐ വിൽ ബി ദേർ. മാഡത്തിനോട് പോസിബിളി എൻ്റെ PS അത് കഴിഞ്ഞിട്ട് ഐ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതൊരു നിമിത്തമാണ് നിങ്ങളൊക്കെ. ഐ എം സോ ഹാപ്പി ദാറ്റ് യു കോൾഡ് മീ ഹിയർ ടു ബി പാർട്ട് ഓഫ് യുവർ ഫാമിലി. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ദി ലോസ് വുഡ് ഹാവ് ബീൻ ട്രെമൻഡസ് ഫോർ മീ. ഞാൻ ലൈഫിലൊരു വലിയ ഒരു ഡിഗ്നിറ്റി ഞാൻ എൻ്റെ ഒരു ലൈഫിൽ നിന്ന് മാറിപ്പോയാൽ. So thank you for that opportunity and thank you for this great grace that you are showing me. Thank you so much. Truly magical place, truly divine, truly peaceful. ഞാൻ കയറി വരുമ്പോൾ ഞാൻ കുട്ടികളെ ആദ്യം കണ്ടിരുന്നു. നമ്മൾ പലപ്പോഴും എൻ്റെ ജഡ്ജ്മെന്റ്സിലായാലും കോടതിയിൽ സംസാരിക്കുന്നതിൽ ചിലപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. നമ്മളെല്ലാവരും ഭാരതീയരാണ്, ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴും നമ്മൾ ശരിക്കും എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പോ മാഡം ബീന സെബാസ്റ്റ്യൻ പറഞ്ഞു പോലീസിനോട്, ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ എനിക്ക് പോലീസിംഗിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു ഓഫീസർ ഇവിടെ ഇരിക്കുന്നുണ്ട്, സക്കേറിയ. He was a superintendent of police, was retired. I was mighty pleased to see him today. An example how police should be. അപ്പോൾ പോലീസ് എന്ന് പറയുന്ന ഒരു ഇലസ്ട്രേറ്റീവ് എക്സാമ്പിൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. പോലീസ് എന്ന് പറയുന്നത് ഇന്ന രീതിയിൽ പെരുമാറണം, സഭ്യമായിട്ട് പെരുമാറണം എന്ന് എനിക്ക് പറയേണ്ടി വന്നത്, ഈ ഒരു സെഞ്ചുറിയിൽ നമുക്ക് പറയേണ്ടി വരുന്നത് അത് സങ്കടമാണ്. ബിക്കോസ് നിങ്ങളെല്ലാവരും ഭരണഘടന എന്ന് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ ഭരണഘടന എന്ന് ഉപയോഗിക്കുന്നത് അതൊരു വെപ്പണായിട്ടും ഒരു ഷീൽഡായിട്ടും ഡിഫൻസുമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മളിപ്പോഴും ചില ആൾക്കാർ ചിലതിൻ്റെയൊക്കെ സ്ലേവ്സ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. ഇന്നലെയും പറയേണ്ടി വന്നു, ഒരു സാധാരണക്കാരനെ കാണാതായ ഒരു കേസ് വന്ന സമയത്ത് എനിക്ക് പറയേണ്ടി വന്നു, ഐ എം നോട്ട് ഹാപ്പി ടു സേ ദിസ് ഇൻ കോർട്ട്. പറയേണ്ടി വരിക, ഐ സെഡ് ദെയർ ഇസ് എ സിസ്റ്റമിക് ഫെയിലിയർ. ഒരു VIP ആണ് കാണാതെ പോയതെങ്കിൽ അയാളെ എത്രയോ സെക്കൻഡ്സ് കൊണ്ട് കണ്ടുപിടിക്കുമായിരുന്നു. ഒരു സാധാരണ സിറ്റിസൺ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നതിന് തെറ്റാണ്. There is nothing ordinary about us. We are governed by the largest constitution of the world, the most powerful constitution. നമ്മൾ extraordinary citizens of the world ആണ്. We are not ordinary citizens. ഭാരതീയൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ എന്ന് പറയുന്നത് ഓർഡിനറി അല്ല. We are extraordinary. Every one of us are extraordinary. അങ്ങനെ ചിന്തിക്കുമ്പോൾ റോഡ് സൈഡിൽ കിടക്കുന്ന ഒരാളെ തൊട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വരെ സ്റ്റേറ്റസിലെ സെയിം ആണെന്ന് ആലോചിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഓരോ റെസ്പോൺസിബിലിറ്റി, അതായത് ഒരു ജോലി. ഇപ്പൊ ഞാനൊരു ജഡ്ജ് എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നു. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, ഇവിടെ ജേർണലിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, എരുമേനിയുണ്ട്. നമ്മളെല്ലാവരും അർപ്പിച്ചിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്, പവർ അല്ല. ദർ ഇസ് നോ പവർ ഗിവൺ ടു അസ്. ഒരു ഇന്ത്യനും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല ജഡ്ജ് എന്നുള്ള നിലയ്ക്ക് ഐ ഗിവ് യു ദിസ് പവർ എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതേ ഇല്ല. ഐ എം ഫുള്ളി കോൺഷ്യസ് ദാറ്റ് ഐ ഹാവ് നോ പവർ ഓഫ് മൈ ഓഫീസ്. മൈ റെസ്പോൺസിബിലിറ്റീസ് ആർ സ്പെസിഫൈഡ്. അപ്പോൾ നമ്മുടെ കർത്തവ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാവും. ഇതെല്ലാം കർത്തവ്യത്തിന്റെ ഭാഗമാണ്, പവറിന്റെ ഭാഗമല്ല. ഇത് എത്രത്തോളം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പറയാൻ കാരണം നമ്മളിവിടെ കണ്ട കുട്ടികൾ, വി ആർ നോട്ട് ഡൂയിങ് ദം എനി സർവീസ്. ദേ ആർ അവർ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദ ഫ്യൂച്ചർ. ഇവരായിരിക്കും ഒരു കാലത്ത് ഈ ലോകം അടക്കി ഭരിക്കാൻ പോകുന്ന കുട്ടികൾ. ദേ വിൽ ഹാവ്, അവര് ലൈഫ് അടുത്ത് കണ്ട കുട്ടികളാണ്, ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കുന്ന കുട്ടികളാണ്. അവർക്ക് വളരെ വലുതായി എന്റെയൊക്കെ പോലെ ഒരു പ്രായം വരെ നമ്മൾ ജീവിതം എന്താണെന്ന് അറിയാതെ ആ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കുറേ സമയം എടുക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ. അപ്പോൾ ഞാൻ കുട്ടികൾ ചോദിച്ചു, ആസ് എ ലോയർ, യു ആർ എ ലോയർ ആൻഡ് ദെൻ എ ജഡ്ജ്. ഞാൻ അവരോട് പറഞ്ഞു, ആസ് എ ലോയർ ഐ ലവ് ദറ്റ്. ആ പ്രൊഫഷൻ ഇഷ്ടമല്ല എന്നല്ല, ഐ ലവ് ദ പ്രൊഫഷൻ. ഇന്നും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ തിരിച്ച് സീനിയർ കൗൺസിലായിട്ട് പോകാൻ എനിക്ക് ഏറ്റവും താല്പര്യം. പക്ഷേ ഈ ജോലി എനിക്കൊരു ലൈഫിലൊരു പേർപ്പസ് കാണിച്ചു തരുന്നുണ്ട്. ദാറ്റ് പേർപ്പസ് ഇസ് ടു ലിവ് ഫോർ അനദർ. ആ ഒരു പേർപ്പസ് എനിക്ക് കാണിച്ചു തരുന്നു. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ അച്ഛന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും ഭാര്യ, ഭർത്താവ്, കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. സോ എവ്രിവെയർ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി തന്നെയായിരിക്കും ജീവിക്കുന്നത്. നേരത്തെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞെങ്കിൽ മാഡം ബീന സെബാസ്റ്റ്യൻ പറഞ്ഞാലും മാഡം പറഞ്ഞാലും
നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞ നല്ല കാര്യങ്ങൾ, അത് സത്യം പറഞ്ഞാൽ യു ആർ ഓൺലി റെക്കഗ്നൈസിംഗ് വാട്ട് ഐ ഹാവ് ഡൺ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഐ ഹാവ് ഡൺ നത്തിങ് എക്സ്ട്രോർഡിനറി. ഒരു കാര്യവും എക്സ്ട്രോർഡിനറി അല്ല. എന്താണോ നമ്മുടെ ഭരണഘടന ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്തു. അതിൽ കൂടുതൽ ഒന്നും നമ്മൾ ആരും ചെയ്യുന്നുമില്ല, ചെയ്തിട്ടുമില്ല, ചെയ്യാൻ പോകുന്നുമില്ല. പക്ഷേ നമ്മൾ അത് എങ്ങനെ ചെയ്യുന്നു, എത്രത്തോളം പാഷനോടുകൂടി ചെയ്യുന്നു, എത്രത്തോളം ഹ്യൂമനിസം കണ്ടുകൊണ്ട് ചെയ്യുന്നു, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈഫിനെ മാറ്റുന്നത്, ലൈഫിനെ ഡിസ്റ്റിങ്ക്റ്റ് ആക്കുന്നത്. ഇത് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതിനെ ഒന്നും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. കുട്ടിയോട് ചോദിച്ചു, അഡ്വക്കേറ്റ് ആയിട്ടും ജഡ്ജിയായിട്ടും ഞാൻ, കാരണം എന്താ വെച്ചാൽ ഞാൻ ആരോട് ചോദിച്ചിട്ട് എത്ര പേര് ഇതിൽ വക്കീലന്മാരാവുമെന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടിയെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, വിൽ യു ബിക്കം എ ജഡ്ജ് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, സാറിന് വക്കീൽ പണിയാണോ ജഡ്ജി പണിയാണോ, വിച്ച് വാസ് മോർ? സോ ഐ സെഡ് ലോയറിംഗ്. ആസ് എ ലോയർ, ആസ് എൻ അഡ്വക്കേറ്റ് പ്രൊഫഷണൽ ഞാൻ കൂടുതൽ എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് എന്താ പറയാ, അതിലൊരു ഒരു തിയേറ്ററിക്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കൈയൊക്കെ ആക്കി സിനിമയിൽ കാണുന്ന അത്രയും മോശമല്ല. വി ആർ ടോളറബിളി മോർ റിഫൈൻഡ്. അപ്പോ പക്ഷെ ജഡ്ഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് മീനിങ്. ഞാൻ 26 years വക്കീലായിട്ടും 10 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ ജോലിയിൽ നിൽക്കുന്ന ഒരാളാണ്. ദർ ഇസ് നോ ഡൗട്ട് ഇത് കമ്പാരബിൾ അല്ല. എന്നോട് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഇത് രണ്ടും രണ്ട് പേർപ്പസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്തെങ്കിലും കാലത്ത് ഇതുപോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അവർ നിന്ന് സംസാരിക്കുമായിരിക്കും, നമ്മൾ കേൾക്കുമായിരിക്കും. അങ്ങനെ ഒരു കാലം വരട്ടെ. ദാറ്റ് ഫോർ മീ ഈസ് ഗോഡ്സ് കിങ്ഡം ഇൻ എർത്ത്. താങ്ക് യു സോ മച്ച്.